ഓക്കെ പറയൂ ശ്രീ ബ്രിട്ടാസ്. ആയിക്കോട്ടെ. ഗോപാലകൃഷ്ണൻ അടങ്ങി എന്നുള്ള വിശ്വാസത്തിൽ ഈ ഗോപാലകൃഷ്ണന്റെ ആവേശത്തിന്റെ ഒരു 100-1 നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരണത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അവതരണമാകുമായിരുന്നില്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറയാനുണ്ട്. ഗോപാലകൃഷ്ണൻ മെട്രോപൊളിറ്റൻ സിറ്റിയെക്കുറിച്ച് പറഞ്ഞു. സാറേ, കഴിഞ്ഞ ദിവസമല്ലേ അതായത് കേരളം ഒന്നടങ്കം ഒരു നഗരമാണെന്ന് സാമ്പത്തിക സർവേ തന്നെ പ്രഖ്യാപിച്ചത്? നിങ്ങളുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ അല്ലേ? ഒരു സംസ്ഥാനം ഒന്നടങ്കം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു നഗരമാകുന്ന ഒരു സംസ്ഥാനം നഗരമായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുള്ളപ്പോൾ താങ്കൾ എന്തിനാണ് മെട്രോപൊളിറ്റൻ സിറ്റിയെക്കുറിച്ച് പറഞ്ഞത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലമ്പുണ്ടാക്കരുത് ഗോപാലകൃഷ്ണ. നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? 2 മാന്യ വ്യക്തികൾ, ഞാൻ ഒരു സെക്കൻഡ് ശരിയാവില്ല. ആ പദം പിൻവലിക്കണം. വിഷയങ്ങളിലേക്ക് വരെ ആവശ്യം തീരുമാനിക്കാനുള്ള അധികാരമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഈ ദേശം കിട്ടുന്ന എന്നോട് വേണ്ട. ഈ ബജറ്റ് അവിടെ പണി. ഈ ബജറ്റ് ഞാൻ മാന്യമായി സംസാരിക്കാൻ എന്നോട് ഒരു സെക്കൻഡ്. ശരി, അതായത് നിങ്ങൾ അദ്ദേഹത്തിനെ മ്യൂട്ട് ചെയ്യണം. ശ്രീ ഗോപാലകൃഷ്ണൻ പ്ലീസ് നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ ആ വ്യക്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. ഞാനൊരു കാര്യം ഗോപാലകൃഷ്ണനോട് പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യത്തെയും യഥാർത്ഥത്തിൽ ഖണ്ഡിക്കാനുള്ള സ്ഥിതിവിവരക്കണക്കിലുണ്ട്. നിങ്ങളുടെ ബജറ്റ് അവതരണത്തിൽ നിങ്ങൾ ഇപ്പം മാക്രോ ലെവലിൽ നോക്കുക. അതായത് നിങ്ങൾ വിഭാവനം ചെയ്ത വരുമാനത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ കുറവാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ആദായ നികുതി ഇനത്തിൽ വരുമാനം വർദ്ധിക്കും. നിങ്ങൾ നോക്കുക, 1,26,000 കോടി രൂപയുടെ കുറവ്. അതുപോലെ GST സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? വലിയ രീതിയിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കും. പക്ഷെ ഉണ്ടായ കുറവ് എത്രയാണെന്നറിയോ? 1,32,000 കോടി രൂപ. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൻ്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോട് പോലും അനുഭാവപൂർണമായ ഒരു പരിഗണന നിങ്ങൾ കാണിച്ചിട്ടില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ 2 മാന്യ വ്യക്തികളെ, ഈ ശ്രീധരനെയും അതുപോലെ സുരേഷ് ഗോപിയെയും കോമാളികളാക്കുകയാണ് ചെയ്തത്. ആ പാവപ്പെട്ട 2 ആൾക്കാരെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു. അവർ 2 പേരെ അല്ലേ നിങ്ങളിപ്പോൾ അവഹേളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. അതായത് കേരളത്തിൻ്റെ ഈ ഹൈസ്പീഡ് കോറിഡോർ അല്ലെങ്കിൽ വേഗപാതയെക്കുറിച്ചുള്ള നമ്മുടെ ആവശ്യം, അതായത് 7 വേഗപാതകൾ നിങ്ങൾ അനുവദിച്ചു. കേരളത്തിനൊരു വേഗപാതയ്ക്ക് അർഹതയില്ലേ? കേരളത്തിനൊരു AMSന് അർഹതയില്ലേ? 22 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ ഇന്ന് ഇന്ത്യയിലില്ലേ? 2 AMS ഉള്ള സംസ്ഥാനങ്ങളില്ലേ? നിങ്ങളുടെ മന്ത്രിയല്ലേ പറഞ്ഞ് ഇപ്പം വന്നു, ഇന്ന് വന്നു, എപ്പം വന്നു എന്ന് ചോദിച്ചാൽ മതി, ചീട്ടെടുത്ത് വെച്ചോളൂ, പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞത്? എവിടെയാണ് AMS? നിങ്ങളിപ്പോൾ ആയുർവേദത്തിന്റെ കാര്യത്തിൽ AMSനെ കുറിച്ച് പറയുന്നുണ്ട്. അതെവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾ ജാംനഗറിൽ ഗുജറാത്തില് ഒരു ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കൊണ്ടുവന്നു. ഏത് കാര്യമെടുത്താലും നിങ്ങളുടെ തട്ടകങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളിപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ധാതു കോറിഡോറിനെ കുറിച്ച് പറഞ്ഞു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സങ്കല്പത്തിലെ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഇടനാഴിയിൽ വ്യവസായ സംരംഭങ്ങൾ വരണം. മറിച്ച് നമ്മുടെ ധാതു പദാർത്ഥങ്ങളെ വേറെ സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോകരുത്. എന്തിനാണ് ഈ പറയുന്ന കമ്പോണൻസ് യഥാർത്ഥത്തിൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയ 11 പ്ലാന്റുകളിൽ 6 ഗുജറാത്തിലാണ്. 1 പോലും കേരളത്തിലേക്കില്ല. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വെച്ചിട്ട്, അതായത് കേരളത്തിൽ ഈ കോറിഡോറിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സെമി കണ്ടക്ടർ പ്ലാന്റുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയണം. നിങ്ങളിപ്പോൾ മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞല്ലോ, ആമയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അതിന്റെ കള്ളക്കണക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ ഈ കോക്കനട്ടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സാൻഡൽവുഡിന്റെ കാര്യത്തിൽ, കാഷ്യൂവിന്റെ കാര്യത്തിൽ, കൊക്കോയുടെ കാര്യത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ അഗ്രികൾച്ചർ, അതായത് ഈ പ്രോത്സാഹനത്തെക്കുറിച്ച് പറഞ്ഞു. അഭിലാഷ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ബജറ്റ് പേപ്പറിലൂടെ കണ്ണോടിച്ചാൽ, സൂക്ഷ്മമായി വിലയിരുത്തിയാൽ എത്ര കോടി രൂപയാണെന്നറിയോ ഇവരെ വകയിരുത്തിയിരിക്കുന്നത്? കേവലം 350 കോടി രൂപ. അതായത് 1 കോടി നാളികേര കർഷകർ ഉണ്ട് എന്ന് ധനമന്ത്രി തന്നെ പറയുന്നു.
350 കോടി രൂപ. ഒരാൾക്ക് എത്രയാ? 200 രൂപയാ. നാണമില്ലേ ഗോപാലകൃഷ്ണ? അതായത് ഈ ബജറ്റ് പേപ്പറിലൂടെ പോവുക. ഇനി നിങ്ങൾ കടലാമയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ബജറ്റ് പേപ്പറിലേക്ക് കണ്ണെത്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ തന്നെ പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതിനപ്പുറത്തൊന്നുമില്ല. കേരളത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ആമമുട്ടയും കിട്ടാൻ പോകുന്നില്ല. അതായത് നിങ്ങൾ ഒരു കൺകെട്ട് വിദ്യ നടത്തിയിട്ട് നിങ്ങൾ കേരളത്തോടെന്തോ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഫൈനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വിഹിതം 2.382 കോടി എന്ന് പറഞ്ഞു, 2% എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും എടുത്തു കളഞ്ഞു. നമുക്ക് 20-24 53,134 കോടി രൂപ ലഭിച്ചിരുന്നു. ഞാനിനി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ്. അതായത് ഒരുപക്ഷെ ഈ കണക്ക് നമ്മുടെ പ്രേക്ഷകർ അറിയണം. കഴിഞ്ഞ ബജറ്റിൽ, അതായത് 25-26 സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുമെന്നുള്ള പേരിൽ അലോക്കേറ്റ് ചെയ്ത തുക എത്രയാണെന്നറിയോ? 1,30,641 കോടി രൂപ. അഭിലാഷ് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവർ കൊടുത്തെത്രയെന്നറിയോ? കേവലം 18,000 കോടി രൂപ. 1,12,000 കോടി രൂപയുടെ കുറവ്. ഇതുപോലുള്ള ഒരു കടും വെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇനി ഞാൻ ഗോപാലകൃഷ്ണനോട് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ഒരു കണക്ക് കണ്ടാൽ സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയും തന്റെ സ്ഥാനം രാജിവെക്കും. കഴിഞ്ഞ ബജറ്റ് ചുറ്റിക്കറങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു അറിയോ? അതായത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീം. ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഇതോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. അഭിലാഷ്, ഇതിനെ കണക്ക് കേൾക്കുക. അലോക്കേറ്റ് ചെയ്തത് 10,831 കോടി രൂപ. നിങ്ങൾക്കറിയാം എത്രയാണെന്ന് അറിയുമ്പോൾ ചെലവഴിച്ചത്? 526 കോടി രൂപ. നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ച് പോകില്ലേ? അദ്ദേഹത്തിന് സൽപ്പേരിനല്ലേ കളങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശ്രീധരനെ, സുരേഷ് ഗോപിയെ മാത്രമല്ല സാക്ഷാൽ നരേന്ദ്രമോദിയെ കൂടി അവഹേളിക്കുന്ന ഒരു ബജറ്റാണെന്ന് ഇതിന്റെ കണക്കുകളിലൂടെ ഊളിക്കിട്ടാൽ മനസ്സിലാക്കും. ഈ പേപ്പർ ഞാനിവിടെ കാണിക്കാം. അതല്ലാതെ വെറുതെ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്രീതി ഉണ്ടാക്കിയിട്ട് കേരളത്തോട് എന്തോ വലിയ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല. സ്ഥിതി വിവരക്കണക്കുകളാണ്. ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന PM ആവാസ് യോജന, വീട് നിർമ്മാണം, അതുപോലെ ജലജീവൻ മിഷനിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത തുകയിൽ 50,000 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചില്ല. അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച തുകയിൽ 6,000 കോടി രൂപയുടെ കട്ട്. നിങ്ങൾ ഏത് കാര്യമെടുത്താലും ഒരു എന്തിനേറെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ പട്ടികവർഗത്തിന് വേണ്ടി നീക്കിവെച്ച തുക, ഇതിലൊക്കെ എത്രയോ കുറവ് വരുത്തി. അതായത് ഇന്ന് ഡോളറിന്റെ മുമ്പിൽ രൂപയുടെ വില കൂപ്പുകുത്തുമ്പോൾ, ആഗോള സമ്പദ്ഘടനയിൽ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നുള്ള ദിശാസൂചക ഒന്നുപോലും ഈ ബജറ്റിലില്ല. ഒരു പരാജയത്തിന്റെ ചിത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വരുമാനം തന്നെ 2 ലക്ഷം കോടി രൂപ കുറഞ്ഞു. അടുത്ത വർഷത്തെ വരുമാനത്തിൽ 1% വർധനവ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഈ ബജറ്റ്. കേരളത്തോട് മാത്രമല്ല ഇന്ത്യയോട് തന്നെ കടുത്ത അനീതി കാണിക്കുന്ന ബജറ്റാണ് യഥാർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ അവതരിച്ചത്. അതുകൊണ്ടാണ് ഒരു ദുരന്തത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപാദനം നടത്തുന്ന രൂപത്തിലാണ് അവരിന്ന് ബജറ്റ് നടത്തിയത്. അവരുടെ ശരീരഭാഷ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാൻ തുടരണം.